അമ്മ സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡിയാവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ, അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ കലിപ്പിതരോട് മാറിയിട്ടല്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസിനെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. ഞാൻ പെർഫ്യൂം അടിച്ചല്ലേ? ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ലേ വേണ്ട. തന്റെ ഡെസ്കിൽ നിന്ന് കുറച്ച് കംപ്ലൈൻറ്റ്സ് കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തന്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഷുവർ സർ. ബി സീരിയസ്. ഓക്കെ? ഗുഡ് ഈവനിങ് സർ. സാറിന്റെ വണ്ടി റെഡി ആയിട്ടുണ്ട് സാർ. സാർ, വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് 10 പൈസ പോലും സാറിന് ക്ലെയിം കിട്ടില്ല സാർ. മൊത്തം കാശ് സാറ് തന്നെ അടയ്ക്കേണ്ടി വരും. അത് പറയുമ്പോ തനിക്കെന്താ ഇത്ര സന്തോഷം? സാറേ, കസ്റ്റമേഴ്സിനോട് ചിരിച്ചിട്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എന്റെ പണി പോകും സാർ. താങ്ക് യു സാർ. അപ്പൊ സ്കൂളിലൊക്കെ ബസ്സിനെ കൂടി ഉണ്ടായിരുന്നോ? അച്ഛനും ഞാൻ ബോർഡിങ് ചേർക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പം മതിച്ചിട്ട് അവൻ ഇത്രയും ഭക്ഷണമായത്. കാപ്പി വേണോ? വേണ്ട.
കറണ്ട് പോയി. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാണാഞ്ജലി. ജ്യൂസ്. ഹേ, അപ്പൊ ശരി, പോട്ടെ. ആച്ചു പോവാം. അവനെ അവൻ ശരിയല്ല. ചോദിച്ചു വാങ്ങിച്ചതല്ലേ, സൂക്ഷിച്ചു വെച്ചു. ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. വന്ന് കുട്ടികളൊന്നുമില്ല, വലിയവരൊന്നുമില്ല. ആ ചെറുക്കൻ ഇറങ്ങി പോകാൻ നേരത്തെ പറഞ്ഞ നീ കേട്ടതല്ലേ? കാര്യമായിപ്പോയി. അല്ലെങ്കിലും എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. അതിനെങ്കിലും ഓരാളുണ്ടല്ലോ. സോറി, ഞാൻ ശ്രമിക്കാനായിട്ടല്ല. ചില നേരത്തെ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകും. സിദ്ധു, എനിക്കറിയാം ഇതൊന്നും മനഃപൂർവ്വമല്ലാന്ന്, നീ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. പക്ഷെ അത് എനിക്ക് മാത്രമേ അറിയൂ. മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്നില്ല. തൽക്കാലം നീ മാത്രം മനസ്സിലാക്കിയാൽ മതി. പോരാ, ഇതെങ്ങനെ പോയാൽ പറ്റില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ ഇങ്ങനെ മോശമാവുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ ഈ ദേഷ്യം മാറണം, അതിനെ നീ തന്നെ വിചാരിക്കണം. But I'll help you, I promise. സിദ്ധു, നമുക്ക് എല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരും. I'll try my best. Thank you. Promise.